ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതി SITക്ക് കൈമാറി. സന്നിധാനത്തുള്ള സ്വർണ്ണ ഉരുപ്പടികൾ യഥാർത്ഥമാണോ എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം കൊടിമരക്കൊള്ളയിലും SIT അന്വേഷണം ആരംഭിച്ചു. 2017 UDF ഭരണസമിതി അംഗങ്ങളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തി. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങുന്നു. ദ്വാരപാലക ശില്പപാളികളും കട്ടിളപ്പാളിയും കടന്ന് കൊടിമരത്തിലേക്കും വാജ്യവാഹനത്തിലേക്കുമാണ് അന്വേഷണം എത്തുന്നത്. 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ നടത്തിയതിൽ ഇതിനോടകം SIT അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കൊടിമര നിർമ്മാണത്തിന് ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപക പണപ്പിരിവ് നടന്നെന്നാണ് കണ്ടെത്തൽ. അഴിമതി കണ്ടെത്തിയാൽ പ്രത്യേകം കേസെടുക്കാനും ആലോചനയുണ്ട്. ഒപ്പം തന്ത്രി കണ്ഠര് രാജീവര് വാജിവാഹനം കൊണ്ടുപോയതിലും SIT അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടമെന്നോണം ദേവസ്വം ബോർഡിന്റെ UDF ഭരണസമിതിയിലെ അംഗങ്ങളായ അജയ് തറയിൽ, K രാഘവൻ എന്നിവരുടെ മൊഴിയെടുക്കും. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. കോൺഗ്രസിനെ വിമർശിച്ച് CPIM രംഗത്തെത്തി. ഇപ്പോ പ്രതിക്കൂട്ടിലേക്ക് വരുന്നത് കോൺഗ്രസ് ആണ്. അതിന്റെ വലിയ നേതാക്കന്മാരാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടിനു വേണ്ടി തെറ്റായ പ്രതീതി സൃഷ്ടിക്കാൻ ശബരിമലയെ ഉപയോഗിച്ചവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. ഇതിനിടെയാണ് സ്വർണ്ണക്കൊള്ളയിലെ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതി SITക്ക് കൈമാറിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.